നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ജൂൺ 16 മുതൽ 22 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും അത് 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പരിഹാര നിർദ്ദേശങ്ങൾ ഭാരതീയ ആചാരപ്രകാരമാണ്. വളരെ ലളിതമായിട്ടുള്ള ജപം, ധ്യാനം, ക്ഷേത്ര ദർശനം, അവിടെ കഴിയുമെങ്കിൽ ചെറിയ വഴിപാടുകൾ കഴിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ശുഭകാര്യങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ നമുക്കുണ്ടാവും. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണൽ ടൂളാണ്. അതിനകത്ത് പ്രാർത്ഥന നമ്മളെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പവറിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്യുന്നു. അവിടെ നിന്നുള്ള ആ അനുഗ്രഹം, ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്ട്രക്ഷനായിട്ടോ ഒക്കെ നമ്മൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് വരികയും സന്തോഷകരമായിട്ടുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സൈക്കോളജിക്കൽ റിയാലിറ്റിയാണ്. ശരിക്കും മാനസികമായിട്ടുള്ളൊരു ശാന്തത, മാനസികമായിട്ടുള്ള ഒരു പക്വതയൊക്കെ പ്രാർത്ഥനയിലൂടെ വരും. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് വരുന്ന ആ പക്വതയും സന്തോഷവും നമ്മുടെ ആ ക്രിയേറ്റിവിറ്റി ലെവൽ, ക്രിയാത്മകമായിട്ടുള്ള സ്വഭാവത്തെ അതിൻ്റേതായിട്ടുള്ള ഒരു പാരമ്യത്തിലേക്ക്, അത് നമ്മൾ പറയുമല്ലോ, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക്, അതൊരു ബെറ്റർ ലെവലിലേക്ക് എത്തിക്കുവാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ നമ്മുടെ പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാനും സാധിക്കും എന്നുള്ള കാര്യം അറിയാം. അതിനകത്ത് പല പ്രായത്തിലുള്ളവർക്ക് പല രീതിയിലായിരിക്കും ഇത് പ്രയോജനപ്പെടുക. വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മോട്ടിവേഷനായിട്ട് വർക്ക് ചെയ്ത് പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് വളരെയധികം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുപോലെ പഠനം കഴിഞ്ഞവർക്ക് ഒരു ജോലി ലഭിക്കുവാനും റിട്ടൺ ടെസ്റ്റ് നന്നായിട്ട് ചെയ്യുവാനും ഇൻ്റർവ്യൂ നന്നായിട്ട് ചെയ്യുവാനും ഒക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആഡ് ചെയ്യാനായിട്ട് ഈ പ്രാർത്ഥനകൾ സഹായിക്കും എന്നുള്ള കാര്യവും അറിയാം. അതുപോലെ ഇൻ്റർവ്യൂവിലുള്ള പെർഫോമൻസിനകത്ത് തന്നെ നമുക്കൊരു പ്ലസൻനെസ് കീപ്പ് ചെയ്യുക, ഒരു കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പ്രാർത്ഥന വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. പിന്നീട് വരുന്ന ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഡൊമസ്റ്റിക് ലൈഫ്, നമ്മുടെ കുടുംബജീവിതം, ഇതിലൊക്കെ തന്നെയും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ആ സ്വഭാവത്തിലെ മാറ്റങ്ങൾ നമ്മുടെ സ്വാർത്ഥത കുറയ്ക്കുവാനും ജീവിതത്തിൽ നേട്ടങ്ങൾ നൽകുവാനും സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക, ജീവിതം സുന്ദരമായി തീരും. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ജോലി കാര്യങ്ങൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും കഴിഞ്ഞ ചില വാരങ്ങളായിട്ട് മെച്ചമാണ് എന്ന് രാശിയിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ജോലിയിൽ ഒരു പ്രൊമോഷൻ, ശമ്പള കൂടുതലൊക്കെ വരാനുള്ള ഭാഗ്യവും അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു യോഗവുമൊക്കെ കാണുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കും. പിന്നെ ഏതെങ്കിലും എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ക്വാളിഫൈ ചെയ്യാനും, യൂണിവേഴ്സിറ്റി ആയാലും എൻട്രൻസ് എക്സാം ആയാലും അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയം, നമ്മുടെ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടുള്ള വിജയം വന്നു ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട്. എപ്പോഴും നല്ല സമയം എന്ന് പറയുമ്പോൾ വളരെ നമ്മളിപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നന്നായിട്ട് പഠിച്ച നല്ല സമയം അല്ലെങ്കിലും പെർഫോം ചെയ്യാമല്ലോ എന്നുള്ളൊരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ട്. അത് അത്ര പൂർണ്ണമായിട്ട് ശരിയാണോ ഒന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്ത പലരും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ സക്സസ്ഫുൾ ആകാറില്ല. കോമ്പറ്റേറ്റീവ് മാത്രമല്ല, യൂണിവേഴ്സിറ്റി എക്സാമിലും പലപ്പോഴും സക്സസ്ഫുൾ ആകാറില്ല. കാരണം വേറെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം നന്നായി, അല്ലെങ്കിൽ എക്സാമിനറുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ അതിനകത്ത് വരുമല്ലോ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലക്ക് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനുള്ള ഒരു ഭാഗ്യം വരുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയാം. ചൊവ്വയുടെ ഒരു സ്ഥിതി നോക്കുമ്പോൾ നമ്മൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചുറി പ്രോൺനെസ്, വീഴ്ച, മുറിവ് ഒക്കെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. വീഴ്ച, മുറിവ് നമ്മൾ പറയുമ്പോൾ ഹൈ സ്പീഡ് ഡ്രൈവിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, റൈഡിങ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക എന്നുള്ളത്.
എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നമുക്കൊരു കോപ സ്വഭാവമോ ചില വേണ്ടപ്പെട്ടവരുമായിട്ടൊരു ഡിസ്റ്റൻസിങ്, അകൽച്ച ഒക്കെ വരും. ഇത് ഈ സമയത്ത് മൈൻഡ് ട്യൂൺ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയും. മനസ്സാകെ ഇങ്ങനെ പ്രക്ഷുബ്ധമാകുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ചെറിയ കാര്യങ്ങളിൽ കുറച്ച് എക്സൈറ്റഡ് ആകുകയും ആ എക്സൈറ്റ്മെൻറ്റിൽ നിന്നൊരു റിലാക്സേഷൻ, ആ റിലാക്സേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. ആരെങ്കിലും ഇങ്ങനെ നമ്മളോട് അത്ര ദേഷ്യത്തോടു കൂടി സംസാരിച്ച് അവരോട് അങ്ങേയറ്റം ദേഷ്യം വരുമെങ്കിൽ നമ്മൾ പ്രതികരിക്കില്ല. അതിന് പകരം ഒരു വെറുപ്പ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വേണ്ടപ്പെട്ട ചൊവ്വയുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചിലരുമായിട്ടൊക്കെ അകലാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ശനിയുടെ ഒരു സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂട്ടുകെട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ബാഡ് കമ്പനിയിൽ, നമ്മുടെ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത രീതി, നമ്മുടെ സംസ്കാരം ഒക്കെ അതിന് തുല്യമായിട്ടുള്ള, ഇപ്പോൾ അക്കാഡമിക്കലി എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ആ രീതിയിലുള്ള കൂട്ടുകെട്ടാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ ലേസി ആയിട്ടുള്ള കുട്ടികളുമായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വരുമ്പോൾ നമ്മൾ ലേസി ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ടാണ് നമ്മുടെ ഒരു കമ്പനി കൂട്ടുകെട്ടൊന്ന് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞു. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി, ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് വ്യാഴൻ ശുഭസ്ഥിതിയിലായതുകൊണ്ട് ദൈവാധീനമുണ്ട്. ചെറിയ പ്രാർത്ഥന മാത്രം മതി, നമുക്ക് പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി, കഴിയുമെങ്കിൽ അവിടെ ഒരു കുങ്കുമാർച്ചന നടത്തിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ വരും എന്നുള്ളതിൽ സംശയമില്ല. രാശിക്കൊരു ബലം വരും. നമ്മുടെ കോപം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില പ്രത്യേക ഈ കോപത്തിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു, ചിലർ അകന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലും ഒക്കെ ഒരു പരിഹാരം ഭദ്രകാളി ദേവി നൽകും. അതായത് അകന്നു പോകാൻ സാധ്യതയുള്ളവരെ അടുപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ദേവി തന്നെ സൃഷ്ടിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട്, വരുമാനം വർദ്ധിക്കുവാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. വലിയ ലോണൊക്കെ എടുത്തിട്ടുള്ളവർ അതനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്ത് അത് പ്ലാൻ ചെയ്ത് എക്സ്പേർട്സിൻ്റെ അഡ്വൈസോടുകൂടി അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്താൽ അത് വിജയിക്കുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ചൊവ്വ പ്രീതിക്കായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ നല്ലതാണെന്നറിയാം. ഈ ജപം മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക, പ്രയാസങ്ങളൊക്കെ നീങ്ങും, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. സംഭാഷണം, നമ്മുടെ പെരുമാറ്റം, അതിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു വാരമാണ് എന്ന് പറയും. അതായത് നമ്മുടെ വാക്കുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാം, അന്യരെ തെറ്റിദ്ധരിക്കാം. ഒരാളെ പുകഴ്ത്തി പറഞ്ഞ ഒരു കോംപ്ലിമെൻറ്റ് കൊടുത്താലും അതിന് പറ്റുന്ന ഒരു പ്രതികരണം അവിടുന്ന് വരണമെന്നില്ല, അവിടുന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് വരണമെന്നില്ല. അപ്പോൾ അതും തെറ്റിദ്ധരിക്കപ്പെടാം. ഓഫീസിലായാലും ഗൃഹത്തിലായാലും അന്യരുടെ കാര്യങ്ങളിൽ, എത്ര വേണ്ടപ്പെട്ടവരായാലും അവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാണ്ടിരിക്കുകയാണ് തൽക്കാലം നല്ലത്. അവരിങ്ങോട്ട് അഭിപ്രായം ചോദിച്ചാലും അത് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കുന്നത് കഴിയുന്നതൊന്ന് ഒഴിവാക്കുക. അതായത് ആ ഒരു കാര്യങ്ങളിൽ അധികം ഇടപെടാത്ത രീതിയിൽ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള മറുപടി കൊടുക്കുന്നതാണ്. വളരെ ഷുഗർ കോട്ടഡ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു കറക്റ്റ് റെസ്പോൺസ് ആകണമെന്നില്ല. ഒരു ഷുഗർ കോട്ടഡ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ക്യാൻ ബി രണ്ട് അർത്ഥവും, അതായത് നല്ലതായിട്ടും അവരെടുക്കണം, അതായത് മോശമായിട്ട് അവരെടുക്കാനും പാടില്ല എന്നുള്ള രീതിയിൽ വാക്കുകളും ആ ഗ്രാമറും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിനായിട്ട് എന്താ വേണ്ടത്? സരസ്വതി പ്രീതിയാണ് വേണ്ടത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വാഗ്ദേവതയാണ് സരസ്വതി. അപ്പോൾ പലരും ഈ സരസ്വതി പൂജ എന്ന് പറയുമ്പോഴേക്കും വിദ്യാർത്ഥികൾക്ക് എക്സാം ജയിക്കാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ടൂളായിട്ടാണ് കാണുന്നത്. അത് പൂർണ്ണമല്ല അത്. കാരണം നമ്മുടെ ഓരോ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും ഓരോ വ്യക്തിബന്ധങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനമാണ്. ഒരാളുമായിട്ട് അടുപ്പം ഉണ്ടാകണമെങ്കിൽ തന്നെ നമ്മുടെ വാക്കുകൾ പ്രധാനമാണ്. അതിനേക്കാളുപരി ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ വാക്കുകൾ വളരെ പ്രധാനമാണ്. ഗൃഹത്തിനകത്തായാലും പുറത്തായാലും അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഒരു നല്ലൊരു ഹോം അറ്റ്മോസ്ഫിയർ
നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ സന്തോഷം ഉണ്ടാക്കണം. ആ സന്തോഷം നമ്മളിൽ ഒരു സ്നേഹമായിട്ട് വരണം. അപ്പോൾ ആ രീതിയിൽ വാക്കുകൾ ഓറിയൻറ്റ് ചെയ്യുവാനായിട്ട് സരസ്വതി ദേവി തന്നെ നമ്മളെ സഹായിക്കണം. അതിനാണ് ഈ ശ്ലോകം ജപിക്കേണ്ടത്. ഒരു ദിവസം 9 പ്രാവശ്യം ജപിച്ചോളൂ. അതിൽ ഓഫീസിലായാലും ഇൻ്റർവ്യൂസിനായാലും നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനമാണ്. ഓഫീസിലെ റിലേഷൻഷിപ്സ് ആയാലും കൊളീഗ്സുമായിട്ടായാലും സുപ്പീരിയർ ഒഫീഷ്യൽസുമായിട്ടായാലും നമ്മുടെ മോഡേൺ കമ്മ്യൂണിക്കേഷൻ തിയറി തന്നെയുണ്ട്. അത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഔചിത്യത്തോടുകൂടി ഉപയോഗിക്കുകയും അതിലൂടെ എല്ലാവരുടെയും ആദരവ് എടുക്കുവാൻ ശ്രമിക്കേണ്ടതുമായിട്ടുള്ളൊരു വാരമാണ്. കാരണം നേരത്തെ പറഞ്ഞു, വാക്കുകൾ മറ്റുള്ളവർ അത്ര ശരിയായിട്ട് എടുക്കണമെന്നില്ല. അതുകൊണ്ട് നല്ല പെരുമാറ്റം അത്യാവശ്യം വേണ്ട കാലമാണ്. കലഹം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പണച്ചെലവിൽ ഒരു നിയന്ത്രണം വേണം. ആഡംബരങ്ങളൊക്കെ പിന്നീട് മതി. നമ്മളെന്തെങ്കിലും ഡെക്കറേറ്റീവ് വർക്ക് വീട്ടിലോ അല്ലെങ്കിൽ വാഹനത്തിനോ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും മാറ്റിവെക്കുക. തൽക്കാലം അത് അധിക ചിലവുണ്ടാക്കും. പഴയ ലോണോ വ്യക്തിപരമായിട്ടുള്ള കടമോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അല്പം ടെൻഷൻസ് വരാം. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ആലോചിക്കണം. മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. മഹാലക്ഷ്മിയാണ് നമ്മളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടത്. ആ ധനലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി, അതാണ് ഏറ്റവും എളുപ്പം. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ദിവസവും കിഴക്ക് ദർശനമായിട്ട് 5 പ്രാവശ്യം ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങി നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് വരുമാനത്തിലൊരു വർധനവ് വരുവാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളിലും, സാമ്പത്തിക പ്രയാസങ്ങളിൽ ഒരു സെറ്റിൽമെൻറ്റ്, കുറച്ചൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 3/4 ഭാഗം. ഈ മിഥുനം രാശിക്കാർക്കും പണച്ചെലവ് ഏറിയിരിക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. പണച്ചെലവെന്ന് പറയുന്ന അൺഎക്സ്പെക്റ്റഡായിട്ട് പണച്ചെലവ് വരും. മറ്റു രാശികളെപ്പോലെയല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ് നമ്മൾ വരികയും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പണത്തിന് അവിചാരിതമായിട്ടുള്ള തടസ്സം വരികയും അങ്ങനെ ബാധ്യതയുള്ളവർക്ക് ഒരുപക്ഷെ ബാധ്യത അല്പം കൂടുവാനുമൊക്കെ സാധ്യതയുള്ളൊരു വാരമായതുകൊണ്ട് അല്പം പണമുണ്ടെങ്കിൽ അത് ആഡംബരങ്ങൾക്ക് മാറ്റിവെക്കാണ്ട്, വിനോദത്തിന് മാറ്റിവെക്കാണ്ട് നമ്മൾ അല്പം പണം കരുതിയിരിക്കണം. ഏത് സമയത്താണ് പണത്തിന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കൂടുതൽ ബാധ്യതയിലേക്ക് എത്തിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ് എന്നറിയുക. വാഹനത്തിനൊക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് ചില റിപ്പയർ പ്രോബ്ലംസ്, ബാറ്ററി, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസിന് റിപ്പയർ, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും, അത് എഡ്യൂക്കേഷനാകാം, ഫിസിക്കലായിട്ടുള്ള ചെറിയ ടെൻഷൻസ് ആകാം, അതിനൊക്കെ ആയിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് പണം ആവശ്യമായി വരുന്ന ഒരു കാലമാണ്. അപ്പോൾ അല്പം പണം കരുതിയിരിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സ്വർണം, കോസ്റ്റ്ലി ഐറ്റംസ്, വസ്തു, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു വാരവുമാണ്. അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റ്സൊക്കെ സൈൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. പക്ഷെ അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരാം. അതായത് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. എന്നാൽ ഷുവറിറ്റി, മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഇക്കാലം. കാരണം പിന്നീട് അത് വലിയ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയാം. ചെറിയ കച്ചവടം നടത്തുന്നവരൊക്കെ ചിലപ്പോൾ അല്പം ഒരു മെൻ്റൽ ടെൻഷൻ വരാം. ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ആലോചിക്കാം. കാരണം അതിലൊക്കെ ഒരു തടസ്സം വരും. പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് അവർ നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പണം വരുന്നതിൻ്റെ ആ സോഴ്സ്, ഇൻകം സോഴ്സ് അല്പം ഒന്ന് കുറയാനുള്ള സാധ്യത ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് മഹാലക്ഷ്മി പ്രീതി അത്യാവശ്യം ഈ രാശിക്കാർ ജപിക്കേണ്ടുന്ന സ്തോത്രം കനകധാരാ സ്തോത്രമാണെന്നറിയാം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീലാ മാംഗല്യാദാസ്തു മമ മംഗളദേവതായ.
ആ സ്തോത്രം. ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. അതങ്ങോട്ട് ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുന്നുള്ളതിൽ സംശയം വേണ്ട. ധനലക്ഷ്മി സാന്നിധ്യം വന്നു ചേരും. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും വരും. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന നിരാശയൊക്കെ അല്പം ഒന്ന് കുറയുന്നതായി അനുഭവപ്പെടും. അനുകൂലമായിട്ടുള്ള ചില ഫലസൂചനകൾ ഇങ്ങനെ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ എന്നുദ്ദേശിച്ച പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ചിലവ് മാത്രമേ ഉള്ളൂ, വരുമാനം കുറഞ്ഞു വരികയും ചെയ്യുന്നു. എന്തെങ്കിലും FD ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞു കാണും കഴിഞ്ഞ കാലങ്ങളിൽ. അത് മാത്രമല്ല, ചില ഗോൾഡ് ലോണോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ വസ്തുവൊക്കെ പണയപ്പെടുത്തേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പരിഹരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അങ്ങനെ ഫോം ചെയ്ത് വരുന്നതായിട്ട് അനുഭവപ്പെടും. എന്ന് വെച്ചാൽ അതൊരു ഫൈൻ മോർണിംഗ് എല്ലാത്തിലും ഒരു ചേഞ്ച് ഉണ്ടാകുന്നുള്ളതല്ല. ക്രമേണ അതിനുള്ള സൂചനകൾ ലഭിക്കും. ആ സൂചനകൾ നമ്മൾ എക്സ്പേർട്ട് അഡ്വൈസോടുകൂടി മുന്നോട്ട് പോകണം. എക്സ്പേർട്ട് അഡ്വൈസ് എന്ന് പറയുന്നത് എന്താണ്? പണ്ട് പറയാറുണ്ട്, നമ്മുടെയൊക്കെ വീട്ടിൽ പറയാറുണ്ട്, ആചാര്യന്മാരുടെ ഉപദേശം എടുത്തോളൂ. ആചാര്യന്മാരാണ് നമ്മുടെ ഗുരുസ്ഥാനീയർ. അത് ടീച്ചേഴ്സാകാം, അതാത് ഫീൽഡിലെ എക്സ്പേർട്സ് ആകാം. പിന്നെ പറയുന്ന കാരണവസ്ഥാനീയരാണ്. ആരാണ്? കുടുംബത്തിലെ സീനിയേഴ്സാണ്. അവർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ജീവിതാനുഭവങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരുമ്പോൾ നമുക്ക് വളരെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പോസിബിളായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് വസ്തുവിൻ്റെ ഒരു ട്രാൻസാക്ഷനോ വാഹനങ്ങളുടെ ട്രാൻസാക്ഷനോ, അതായത് വാഹനം കൊടുത്തിട്ട് പുതിയ വാഹനം വാങ്ങുക, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുക, വസ്തു വാങ്ങുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരികയും അതിനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരികയും ചെയ്യും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് വളരെ നല്ല സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ചൊവ്വാദോഷമൊക്കെ ഉള്ളവർ, രാഹുദോഷം, ശനിദോഷം, അതായത് ലഗ്നാൽ 7-ലോ, പെൺകുട്ടികൾക്കാണെങ്കിൽ 7-ഉം 8-ലും ഒക്കെ പാപനുള്ള ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ അവർ ജാതകം നോക്കി ബേസിക്കായിട്ടുള്ള ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്യണം. കാരണം വിവാഹം നടക്കാൻ ഭാഗ്യമുള്ള സമയമാണ്. യോജിച്ച പെൺകുട്ടി തന്നെ വന്നു തരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അത് ഞാൻ നേരത്തെ പലരും പറയാറുണ്ട്, ഇത് വരുന്നില്ലല്ലോ, എനിക്ക് വിവാഹം കുറേ കാലമായിട്ട് ആലോചിക്കുന്നു, ഇങ്ങനെ രാശി പറയുന്നുണ്ടെങ്കിലും അനുഭവത്തിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള എന്താ വഴിപാടെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതുപോലെ ഈ രാശിക്കാർ ഇപ്പോൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിതൃതർപ്പണം എന്നുള്ളത്. പിതൃതർപ്പണം അത് പിതൃസ്ഥാനീയർ, അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും ഉള്ള സ്വർഗാരോഹണം പ്രാപിച്ചു പോയ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ വാവിന് ബലിതർപ്പണം, തിലഹോമ സഹിതം ബലിതർപ്പണം നടത്തേണ്ടത് അത്യാവശ്യം. കാരണം പിതൃപ്രീതി അത്യാവശ്യം വരേണ്ട ഒരു കാലമാണ്. എന്നാൽ മാത്രമേ ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പൂർണ്ണമായും വന്നു ചേരുകയുള്ളൂ. അതുപോലെ തന്നെ പരദേവതാ പ്രീതിയും വരുത്തണം. അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മുടെ പരദേവത എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺഷ്യസ്നസ് സോഴ്സാണ്. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്താനുള്ള പരദേവതാ ക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. എല്ലാ പ്രയാസങ്ങളും നീക്കുവാനായി ഗണപതി പ്രീതി കൂടി വരുത്തിക്കോളൂ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഈ മന്ത്രം ജപിച്ചോളൂ നിരന്തരമായിട്ട്. ഒരു ദിവസം 108 പ്രാവശ്യമെങ്കിലും ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സമയത്താണ് ഇത് ജപിക്കേണ്ടത്. അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോഴാണ് വിഘ്നങ്ങൾ മാറേണ്ടത്. അനുകൂലമല്ലാത്ത സമയത്ത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ കുറയുന്നേ ഉള്ളൂ, അല്പമൊന്നും കുറയും. ഇപ്പോഴങ്ങനെയല്ല, നല്ല സമയമാണ്. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ഒരുപക്ഷെ പകുതിയും കുറയാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറാനോ സാധ്യതയുള്ള സമയമായതുകൊണ്ട് വിഘ്നങ്ങൾ മാറ്റുവാനായി ഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുമെങ്കിൽ ദിവസവും വണങ്ങുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുന്നതെന്ന് അനുഭവിച്ചറിയുക. സാമ്പത്തികമായി മെച്ചപ്പെടുക എന്നുള്ളത് മാത്രമല്ല, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും, ബിസിനസ്, കച്ചവടം, ചെറിയ കച്ചവടം, ഇൻഷുറൻസ്, അല്ലെങ്കിൽ അങ്ങനെ സെക്യൂരിറ്റി, എന്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ ഫീൽഡിലൊക്കെ ഉയർച്ച വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം.
മനസ്സിനല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ കഴിഞ്ഞ ചില വാരങ്ങളായി ഉണ്ടായിരുന്നു. ഈ വാരവും അത് തുടരുവാനാണ് സാധ്യത. എന്നാൽ പരിഹാരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെൻഷൻസൊക്കെ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. പലപ്പോഴും ഈ രാശിക്കാർക്ക്, ചിങ്ങം രാശിക്കാർക്ക് പരിഹാരങ്ങൾ വേണ്ട രീതിയിൽ അങ്ങോട്ട് നമ്മൾ അനുഷ്ഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ വരുന്ന ഒരു കാലമല്ല. കാരണം ശനിയുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു അലസത, ഒരു ഡൾനെസ്, ഒരു ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ നമ്മൾ പറയല്ല നമ്മൾ ഒരു താല്പര്യം എടുക്കണില്ല ഒരു കാര്യത്തിലും, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ കൊണ്ട് പരിഹാരം പറഞ്ഞാലും ആചാര്യന്മാർ പരിഹാരം എല്ലാം എഴുതി നൽകിയാലും അതൊക്കെ അങ്ങോട്ട് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തടസ്സം അല്ലെങ്കിൽ ഒരു മനസ്ഥിതി ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഹാര പൂർണ്ണത ലഭിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്, വാരമാണ്. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ പരിഹാര പൂർണ്ണത വരുത്തുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. അങ്ങനെ പ്രയാസങ്ങൾ കുറയ്ക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ഈ രാശിയിൽ ജനിച്ചവർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ടെൻഷൻസ് പലതും അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതായത് ലോണ്, പ്രൈവറ്റായിട്ട് വാങ്ങിയ കടമൊക്കെ തിരിച്ചു കൊടുക്കുന്നതിൽ വളരെ ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ചെറിയ കച്ചവടം നടത്തുന്നവർക്കൊക്കെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ളൊരു ഫീല് വരുന്ന ഒരു കാലമാണ്. ഇതൊക്കെ അങ്ങോട്ട് ക്ലോസ് ഡൗൺ ചെയ്താൽ എന്താ എന്ന് പോലും തോന്നും. അങ്ങനെയൊന്നും ആ തോന്നലുണ്ടെങ്കിൽ അതൊക്കെ അതിജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ ശക്തമായിട്ടുള്ളൊരു മോട്ടിവേഷൻ വരണം. നമ്മളെപ്പോഴാണോ നമ്മൾ പല കാര്യങ്ങളിലും പരാജയപ്പെടുന്നത് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് പ്രത്യേകിച്ചറിയാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ചിങ്ങം രാശിക്കാർ ഹനുമൽ പ്രീതി വരുത്തുക എന്നുള്ളതാണ്. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ ഒരു കുങ്കുമം സമർപ്പിക്കുക. വെണ്ണ സമർപ്പണവും ഉത്തമമാണെന്നറിയാം. ഹനുമാൻ ചാലീസ ദിവസവും ജപിക്കുക. ഹനുമാൻ ചാലീസ നമ്മളിൽ ശക്തി പകരും, ഒരു ഊർജ്ജസ്വലത വരും. ആ ഊർജ്ജസ്വലത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അലസത പൂർണ്ണമായിട്ടും നീങ്ങും. നമുക്ക് തോന്നും ആ അലസത നീങ്ങുന്നതായിട്ടുള്ളൊരു ഫീല് വരും, നമ്മൾ കോൺഫിഡൻസ് വരും. അങ്ങനെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അലസത, ശരീരത്തിൻ്റെ ക്ഷീണം, മടി ഇവയൊക്കെ തന്നെയും മാറി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകാനും പരീക്ഷകളിൽ വിജയിക്കുവാനുമുള്ള ഭാഗ്യം ഹനുമാൻ സ്വാമി നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഹനുമാൻ ചാലീസ ദിവസവും പാരായണം ചെയ്യാം. പ്രശസ്തമായിട്ടുള്ള ഹനുമാൻ ശ്ലോകവും കൂടി ജപിക്കാം എന്നുണ്ടെങ്കിൽ ഉത്തമം. ശ്രീരാമജയം എന്ന് പറഞ്ഞു വേണം ജപിക്കാനായിട്ട്. നമ്മൾ ഹനുമാൻ ചാലീസ നമ്മൾ പാരായണം ചെയ്യുമ്പോഴും അങ്ങനെയാണ്, ഓം ശ്രീരാമജയം എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വാരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഇത് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ചിലർ ജപിക്കുന്നതിന്. ശരണം പ്രപദ്യേ എന്നാണ് ആ ശ്ലോകത്തിൽ ചിലരൊക്കെ ജപിക്കുന്നതിൽ ലാസ്റ്റ് പാട്ട് വരുന്നത്. ഏതായാലും ആ ഹനുമാൻ സ്വാമി, ശ്രീരാമൻ സ്വാമിയെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയെ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. സ്വാമി എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. കാര്യങ്ങൾ വിജയത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുവാനും കഴിയും. കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും. സന്തോഷമായിരിക്കുക. കന്നിരാശി ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളിലും അല്പം ഒരു ആശ്വാസം വന്നു ചേരുന്ന സമയമാണ്. അല്ലെങ്കിൽ ഈ വാരത്തിൽ പല കാര്യങ്ങളും അല്പം ഒരു അനുകൂല ഭാവം വന്നു തുടങ്ങുന്നതായി തോന്നും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എന്ത് കാര്യത്തിൽ അങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ട് അനുകൂലമായിട്ടുള്ള ഫലമായിരിക്കണം എന്നില്ല. ഒരു സാധനം വാങ്ങാൻ പോയാൽ അത് മാത്രം ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും എന്നുള്ളൊരവസ്ഥയാണ്. ഒരാളെ അത്യാവശ്യത്തിന് നമ്മളൊന്ന് ഫോൺ ചെയ്താൽ അത് തന്നെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് അത്രത്തോളം ഹാപ്പിനെസ് തരുന്നതായിരിക്കണമെന്നില്ല. സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് അല്പം ദൈവാധീനം വന്നു തുടങ്ങിയിട്ടുള്ളൊരു സമയമാണ് എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കാണുന്നു. അലേർട്ടായിരിക്കണം എല്ലാ കാര്യത്തിലും. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്, എവിടെയൊക്കെയാണ് വേക്കൻസീസ് വരുന്നതെന്നൊക്കെ നോക്കിയിരിക്കുക. ആ വേക്കൻസി അപ്പം തന്നെ ഗ്രാബ് ചെയ്യേണ്ട രീതിയിലുള്ള പ്ലാനിങ് വേണം. ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇൻ്റർവ്യൂ, പെർഫോമൻസ്, എന്തെങ്കിലും അക്കാഡമിക്സ് അതിനകത്ത് ബെറ്റർ ചെയ്യാനുണ്ടെങ്കിൽ അതിങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. പ്ലാനിങ് ഒക്കെ എനിക്കറിയാം. പൊതുവെ സാധാരണഗതിയിൽ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, നോ
പല കുട്ടികളും വേണ്ട രീതിയിൽ ഒരു കോളേജ് പ്രൊഫസറോട് ചോദിച്ചാൽ അറിയാം എന്തൊക്കെ ഇങ്ങനെ പഠിക്കുന്നു, ഒരു പ്ലാൻഡ് മൂവ് അല്ല. അതിനുള്ള കോച്ചിങ് സെൻറ്റേഴ്സും ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ ആചാര്യന്മാരോട് ചോദിക്കുക ഇതിൽ ഞാൻ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂസിൽ പെർഫോമൻസ് വിൽ ബി എക്സലൻറ്റ്. എന്ന് മാത്രമല്ല വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാനുള്ള യോഗമുണ്ട്, പ്രണയിക്കുവാനൊക്കെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും എന്നുള്ളതാണ്. ആ ഏജ് ഗ്രൂപ്പിലും ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പ്രണയിക്കാൻ ഒരു നല്ലൊരു എൻവയൺമെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സൗഹൃദം ലഭിക്കാനുള്ള ഒരു യോഗമുണ്ട്, പുതിയ പാർട്ട്നേഴ്സിന് ബിസിനസ്സിൽ ലഭിക്കാനുള്ള ഭാഗ്യവുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. അപ്പോൾ പൊതുവേ ഉള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു വാരമാണ്, പല ഇൻഡിക്കേഷൻസും പോസിറ്റീവാണ് എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. അവിചാരിതമായിട്ട് ചില സമയത്ത് ചിലരുമായിട്ടുള്ളൊരു കലഹം കൊണ്ട് അകൽച്ച വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന രാശിയിൽ പറയാറുണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയവുമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. ഗ്രഹത്തിൽ വാശിയും കോപവും ഉള്ളവർ ഒന്ന് നിയന്ത്രിച്ചോളൂ. ഈ രാശിക്കാർക്ക് ഇപ്പോൾ അല്പം ഒരു കോപമൊക്കെ വരുന്ന ഒരു കാലമാണ്. കാരണം ചൊവ്വയുടെ ഒരു സ്ഥിതി നോക്കുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ ഭർത്തൃസ്ഥാനീയർക്ക് ഈ രാശിയിൽ ജനിച്ചവരുടെ ഭർത്തൃസ്ഥാനീയർ എന്ന് പറയുമ്പോൾ ഭർത്താവ്, ബന്ധുക്കൾ, ഭർത്താവിൻ്റെ ബന്ധുക്കളൊക്കെ വരും. അല്ലെങ്കിൽ പത്നി സ്ഥാനീയർ, വൈഫിൻ്റെ ബന്ധുക്കൾ, അവർക്ക് ചെറിയ പ്രയാസങ്ങൾ ആരോഗ്യപരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പൊതുവേ ഉള്ളൊരു പരിഹാരമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. അവിടെ കഴിയുമെങ്കിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളുക, പ്രയാസങ്ങളൊക്കെ നീങ്ങും. ശ്രീകൃഷ്ണൻ്റെ ആ രൂപം മനസ്സിൽ ധ്യാനിക്കുക. അച്യുതം കേശവം രാമനാരായണം, വളരെ പ്രശസ്തമായിട്ടുള്ള ആ സ്തോത്രമുണ്ട്, അതങ്ങോട്ട് ജപിച്ചോളുക. അച്യുതം കേശവം രാമനാരായണം. ഇത് മനസ്സുകൊണ്ട് ആ സമർപ്പണത്തോടുകൂടി അങ്ങോട്ട് ജപിച്ചോളുക. നമ്മുടെ മുന്നിൽ കാണണം ശ്രീകൃഷ്ണ ആ രൂപം, ശ്രീകൃഷ്ണൻ്റെ രൂപം മുന്നിൽ കണ്ടുകൊണ്ട് ജപിച്ചോളുക. എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും വരും കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട, സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ഒരു പ്രായം കഴിഞ്ഞവർ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വാഹനം ഡ്രൈവ് ചെയ്യുക, റൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മൂവ്മെൻറ്റ്സൊക്കെ ഒന്ന് കെയർഫുൾ ആക്കിക്കോളൂ. ഒരു പ്രായം കിടന്നവർ, അതായത് 5ാം വ്യാഴവട്ടം കിടന്നവർ, 60 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ, 72 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തവരൊക്കെ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ എക്സേർട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ശരീരം അങ്ങോട്ട് എന്താ പറയുന്നത് എക്സസൈസ് പോലെ എന്തെങ്കിലും എക്സേർട്ട് ചെയ്ത് ഓടുക, നടക്കുക, വളരെ ഫാസ്റ്റായിട്ട് നടക്കുക, സ്ലിപ്പറി ഗ്രൗണ്ട്സിൽ നമ്മൾ മൂവ് ചെയ്യുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക എന്നുള്ളതാണ്. കാരണം വീഴ്ച മുറിവിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നതിലും രാത്രികാല സഞ്ചാരം ഒന്ന് കുറച്ചോളൂ, അതാണ് ഏറ്റവും പ്രധാനം. 2 വീലർ റൈഡും ഒക്കെ ഒന്ന് പിലിയൻ റൈഡറായിട്ട് പോകുന്നതും ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രാഫിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നുള്ള കാര്യവും അറിയുക. അതുപോലെ ജോലിക്കൊക്കെ വേക്കൻസീസൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരോടും ഒന്ന് ചോദിച്ചോളാം. നമ്മൾ ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതെ പോകുവാനുള്ള സാധ്യത അറിയാണ്. അതാണ് ദൈവാധീനം കുറയുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു വേക്കൻസി, നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ അറിയണമെന്നില്ല, ആ ഡേറ്റ് അങ്ങ് മിസ്സായിപ്പോവും. അപ്പോൾ നമ്മുടെ അവസരം അങ്ങോട്ട് നഷ്ടമാകുന്ന ഒരു കാലമായതുകൊണ്ട് നമ്മൾ ആചാര്യസ്ഥാനീയർ, അതായത് ഗുരുസ്ഥാനീയർ, നമ്മുടെ കാരണവസ്ഥാനീയർ, ഇവരുടെയൊക്കെ ഉപദേശം എല്ലാവരോടും പറയുക. എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടാൻ ശ്രമിക്കണം, അവർ പറഞ്ഞു തരും ഇന്ന സ്ഥലത്ത് ജോലിക്ക്. ഫ്രണ്ട്സിനോടും ഒക്കെ പറയുക എന്നുള്ളതാണ്. കാരണം അവസരങ്ങൾ ഉണ്ടാവും, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അലേർട്ട്നെസ് വേണം. ആൾക്കാരുടെ ഉപദേശം, അവരുടെ സജഷൻസൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കേണ്ട വാരമാണ്. കാരണം നേട്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. ഇപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ്. പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. ചില വ്യക്തികളെ കൊണ്ടോ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്കെതിരായിട്ട് വരാമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നീക്കുവാനായിട്ട് മഹാസുദർശന അഷ്ടോത്തര ശതനാമാവലിയുണ്ട്. സുദർശനം നമ്മളെ രക്ഷിക്കും.
അപ്പോൾ സുദർശനം, മഹാവിഷ്ണുവിൻ്റെ ആ സുദർശനം നമുക്ക് രക്ഷകനായിട്ട് വന്ന് ഭവിക്കുവാനായിട്ടാണ് ഈ മഹാസുദർശന അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയുക. ഈ ജപത്തോടുകൂടി ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങും, മനസ്സിന് സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പല കാര്യങ്ങളിലും അവിചാരിതമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് കുറയുന്നതായി അനുഭവപ്പെടും. വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്ന ഒരു സമയമാണ്, വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങളിലും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ചിലരുടെ അഭിപ്രായമോ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളോ ഒക്കെ നമ്മുടെ വിവാഹം ഒരു കാരണവും ഇല്ലാതെ തന്നെ വൈകുക അല്ലെങ്കിൽ മുടങ്ങുക, ഇതൊക്കെ സാധാരണ കണ്ടുവരാറുണ്ട്. ആ കാലമൊക്കെ ഒന്ന് മാറുന്ന സമയം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വിവാഹ കാര്യങ്ങളിൽ വിവാഹപ്രായമുള്ള ഇപ്പോൾ വന്നിട്ടുള്ളവർക്കും വിവാഹപ്രായം ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ടും വിവാഹം നടക്കാതെ പ്രായം കടന്നവർക്കും ഒക്കെ ശ്രമിക്കാനും വിവാഹം നടക്കുവാനും ഭാഗ്യമുള്ള ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. ബേസിക് ഹൊറോസ്കോപ്പിൽ ചൊവ്വാദോഷമോ രാഹുദോഷമുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് രാഹുപ്രീതി, സർപ്പപ്രീതി, ചൊവ്വാപ്രീതി, ഭദ്രാപ്രീതിയൊക്കെ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും. യങ്സ്റ്റേഴ്സിനൊക്കെ, ചെറുപ്പക്കാർക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പാർട്ട്ണർ, ജീവിത പങ്കാളി അല്ലെങ്കിൽ സൗഹൃദമോ ഒക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ്. അതൊരു പക്ഷേ പ്രണയത്തിൽ എത്തുവാനുള്ള ഒരു ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയം വിവാഹത്തിൽ എത്തിക്കുവാനും കഴിയും. സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പരാധീനതകൾ അല്പം കുറയുന്ന ഒരു വാരമാണ്. വരുമാനം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട്. ആ പണത്തിൽ, ആ വരുമാന വർധനവിൽ നിന്നുള്ള പണം നമ്മുടെ കടം, ലോണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആഡംബരങ്ങൾ ഒഴിവാക്കുക. കാരണം വരുമാനം ഒന്ന് ബെറ്റർ ആകുമ്പോഴേക്കും ആഡംബരങ്ങൾക്കുള്ള താല്പര്യം വരും. അപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഔട്ടിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ സാമ്പത്തികമായി അല്പം ഒന്ന് മെച്ചപ്പെടാനുള്ള യോഗമുണ്ട്. യാത്രകൾ ധാരാളം വരാം. അലച്ചിൽ, ക്ലേശം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ ഒരാളെ കാണാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കാണാൻ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം വരാം. അവരുടെ റെസ്പോൺസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അല്പം ടെൻഷൻ ഉണ്ടാകുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം അറിയാം. നമ്മളത് ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പല ടെൻഷനും ഒഴിവാക്കുവാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വേണ്ടപ്പെട്ടവരുടെ പ്രതികരണം നമുക്ക് മാറ്റി എടുക്കുവാനും കഴിയും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നേട്ടം വരുവാനും ഒക്കെ സാധ്യത ഏറെയുള്ള സമയമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ അതിൽ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജോലി മാറുവാനൊക്കെയുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ജോലി മാറുവാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ജോലി മാറുന്ന മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജോലി സ്ഥലത്ത് ഐ എം നോട്ട് വെരി ഹാപ്പി വിത്ത് ദി പ്രസൻറ്റ് വർക്ക്, അല്ലെങ്കിൽ ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദി കൊളീഗ്സ് ഓർ സുപ്പീരിയർ ഒഫീഷ്യൽസ് എന്നൊക്കെയുള്ളൊരു ചിന്ത വരികയും പെട്ടെന്ന് ജോലി അങ്ങോട്ട് കളഞ്ഞിട്ട് പോയാൽ എന്നൊക്കെ തോന്നാം. പക്ഷേ ജോലി കളഞ്ഞിട്ട് പോയാൽ പുതിയൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. പുതിയൊരു ജോലിക്ക് ഓഫർ വന്നാലും അതിൻ്റെ സർവീസ് കണ്ടീഷൻസും അതിൻ്റെ ഒരു സെക്യൂരിറ്റി നോക്കിയതിന് ശേഷം മാത്രം മാറുക. കാരണം ജോലി ഒന്ന് നഷ്ടപ്പെട്ടാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, പുതിയതായിട്ട് കിട്ടുന്ന ജോലിയിൽ തന്നെ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യത ഏറെയുള്ള വാരമാണ് എന്നറിയാം. ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രണയകാര്യങ്ങൾ ഒഴിവാക്കുക. സ്കൂളിലും കോളേജിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ കൂട്ടുകെട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്ന് അറിയാം. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക. മത്സ്യമാംസാദികൾ ഒഴിവാക്കി അടുത്ത ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം ജപിച്ചോളൂ. അഷ്ടോത്തര ശതനാമാവലി ധാരാളം മതി, അത് ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. കുടുംബക്ഷേത്ര ദർശനം ഇക്കാലത്ത് നമ്മുടെ പരദേവതാ സഹായം ലഭിക്കുവാൻ വളരെയധികം ഉപകരിക്കും. പരദേവതാ സഹായം അത്യാവശ്യം വേണ്ട ഒരു സമയമാണെന്നും അറിയുക. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ നേട്ടവും ബിസിനസ്സുകാർക്ക് പുരോഗമനം ദൃശ്യമാകുവാനും വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുമൊക്കെയുള്ള ഒരു സാഹചര്യം ഈ പ്രാർത്ഥന കൊണ്ട് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
ദൂരയാത്ര, പിക്നിക്, ഉല്ലാസയാത്ര ഇവയ്ക്കൊക്കെയുള്ള ഒരു ഭാഗ്യം തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക നിലയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ആൾക്കാരുടെ സഹായമൊക്കെ ലഭിക്കാനും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പിക്നിക്സിനൊക്കെ മുന്നോട്ട് പോകുവാനും കഴിയും. മറ്റൊരു കാലത്ത്, അതായത് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതായത് വിദേശത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻറ്റ് പ്ലേസസിലേക്ക്, ലൈക്ക് യൂറോപ്യൻ ടൂർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂറിനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. ആരോഗ്യ പ്രശ്നങ്ങൾ, റുമാറ്റിക് കംപ്ലയിൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകുമെങ്കിലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ പ്രയാസങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു കാലവുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ട റെസ്പോൺസ് നമ്മുടെ ശരീരം നൽകുന്ന ഒരു സമയവുമാണ് എന്നുള്ള കാര്യം അറിയാം. എന്നാലും കണ്ണുമായി ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങൾ, ഐ സ്ട്രെയിൻ, ഐ പെയിൻ, ചില മൈനർ ഇൻഫെക്ഷൻസ്, അതിനൊക്കെയുള്ള ഒരു സാധ്യത ഈ വാരം കൂടുതലാണ്. അപ്പോൾ അതിന് ഒക്കെ പരിഹാരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ദിവസവും 108 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും, ആരോഗ്യ പ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, നമ്മുടെ പല പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം മാറി വന്ന് അത് അനുകൂലമാകുന്ന ഒരു കാലമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ആ അനുകൂലമായിട്ടുള്ള കാലം ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങോട്ട് വരാനായിട്ട് ഈ പ്രാർത്ഥന വളരെയധികം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. കഴിയുമെങ്കിൽ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം ഉത്തമം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പലപ്പോഴും അല്പം ഒരു മടി, ശരീരത്തിനൊരു ക്ഷീണം, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുക, ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എനർജി ലെവൽ കുറഞ്ഞില്ലെങ്കിൽ പോലും പഠിക്കാനിരിക്കുമ്പോൾ മറ്റു ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും വരുന്നതാണ്. പക്ഷേ ഇതല്പം കൂടുതലായതുകൊണ്ട് പഠനം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകണം എന്നില്ല. പഠന കാര്യങ്ങളിൽ സ്പെഷ്യൽ കോൺസെൻട്രേഷൻ ആൻഡ് എഫേർട്ട് വേണ്ട കാലമാണ്. ഈ രാശിയിൽ ജനിച്ച കുട്ടികളുണ്ടെങ്കിൽ വീട്ടിൽ സീനിയേഴ്സ്, അമ്മയോ അച്ഛനോ ഒക്കെ കുട്ടിയുടെ പഠന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചോളൂ. അവർക്ക് വേണ്ട സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ്. അവർ വഴക്ക് പറയുക എന്നുള്ളതല്ല, അച്ഛനും അമ്മയെ സഹായിക്കുക, അവരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിന്. അതിന് ആചാര്യസ്ഥാനീയരുടെയും കാരണവസ്ഥാനീയരുടെയും ഒക്കെ അനുഗ്രഹവും അതുപോലെ തന്നെ കോച്ചിങ് സെൻറ്ററിലൊക്കെ വിടാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇവരുടെ റിയൽ മെറ്റൽ അങ്ങോട്ട് വരുന്ന ഒരു സമയമാണ്. പലപ്പോഴും ശരിക്കുള്ള കഴിവുകൾ അങ്ങോട്ട് പുറത്ത് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. അതിനാണ് ഈ പ്രാർത്ഥനയും റൈറ്റ് കമ്പനി, റൈറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയും. നമ്മൾ അലസതയുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ വീൽ ഓൾസോ ബിക്കം ലേസി. നമ്മൾ ഹാർഡ് വർക്കിംഗ് ടെൻഡൻസി ഉള്ള ഒരാളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ലൈഫിൻ്റെ ഒരു മീനിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അവെയർ ആവും. ജീവിതത്തിൻ്റെ ഒരു അർത്ഥമുണ്ടല്ലോ, അത് കൂടുതൽ നമ്മൾ അറിയണം, ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വേണം, മനസ്ഥിതി വേണം. അപ്പോൾ ആ മനസ്ഥിതി ഉണ്ടാക്കിയെടുത്തോളൂ. മൂവ് വിത്ത് സംബഡി, മൂവ് വിത്ത് പീപ്പിൾ ഹു ആർ യുവർ ഈക്വൽസ്. അതാണ് യുവർ ഈക്വൽസ് എന്ന് പറയുന്നത്. നമ്മൾ സാംസ്കാരികമായിട്ടും ഹാർഡ് വർക്കിംഗ് നേച്ചറിനുമൊക്കെ ഈക്വൽ ആയിട്ടുള്ളവരുമായിട്ട് ബിഹേവ് ചെയ്യുക. അങ്ങനെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇൻ്റർവ്യൂസിലും കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒക്കെ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനും കഴിയും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. വിവാഹമൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. വിവാഹ നിശ്ചയം ആണ് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചത്. അതുപോലെ പ്രണയകാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമല്ല. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് പഠനകാര്യങ്ങളിൽ, ജോലിയിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രയാസങ്ങൾ നീങ്ങും. ഇപ്പോൾ ജപിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വ്യാഴപ്രീതി വരുത്തിക്കൊള്ളുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴനെ വണങ്ങുക. കഴിയുമെങ്കിൽ മാസത്തിലൊരു വ്യാഴാഴ്ച അവിടെ ഒരു മഞ്ഞപ്പട്ട് സമർപ്പിച്ചോളൂ. ദൈവാധീനം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രശസ്തമായിട്ടുള്ള ശ്ലോകം ജപിച്ചോളൂ. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ഓം ബൃഹസ്പതേ നമഃ. ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ശ്ലോകം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. കുടുംബത്തിൽ ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയമില്ല. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് നിന്ന് മാറി നിൽക്കുക. അതുപോലെ രാത്രികാല സഞ്ചാരം, ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ആൻഡ് റൈഡിങ് ഇവയും ഒഴിവാക്കുക. കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക.
മീനം രാശി പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി. അൺഎക്സ്പെക്റ്റഡായിട്ട് അല്പം പണം ലഭിക്കുവാനോ ചിട്ടിയിൽ നിന്ന് പണം ലഭിക്കാനോ ചില വ്യക്തികളിൽ നിന്നോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ പണം വന്ന് ചേരുവാനും ലക്കിനൊരു പണം കിട്ടാനുള്ള ഒരു ഭാഗ്യമുള്ള സമയമാണ്. ഭാഗ്യം കൊണ്ട് പല വഴിക്ക് പണം വരാനുള്ള ഒരു യോഗമുണ്ട്. എന്നാൽ പഴയ ബാധ്യത കടമൊക്കെ ഉള്ളവർക്ക് ഇതങ്ങോട്ട് പൂർണ്ണമായിട്ട് അനുഭവേദ്യമാകണമെന്നില്ല. അവർ പറയുമോ എന്താ കുറച്ച് കാശ് കിട്ടിയ പഴയ കടമൊന്നും തീർക്കാൻ പറ്റിയില്ല. അത് പ്രത്യേകം ഓർക്കുക. നല്ല സമയം വരുമ്പോഴേ നമുക്ക് പണം വരുള്ളൂ. ആ സമയം നമ്മുടെ ബാധ്യത എങ്ങനെ തീർക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ്, നമ്മുടെ പ്രസൻറ്റ് ബിസിനസ് എങ്ങനെ പോകുന്നു എന്നുള്ളൂ അതിൻ്റെ ഒരു ഓഡിറ്റിങ്, അത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക് പ്രവേശിക്കണമോ എന്നൊക്കെയുള്ളൊരു തീരുമാനം എടുക്കേണ്ട സമയമാണ് എന്ന് പ്രത്യേകിച്ച് അറിയുക. പ്രണയകാര്യങ്ങൾക്ക് അത്ര അനുകൂലമായിട്ടുള്ളൊരു സമയമല്ല എന്നും അറിയാം. നമ്മുടെ കൂട്ടുകെട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകെട്ട് ഒരുപക്ഷെ നമ്മുടെ അക്കാഡമിക് എക്സലൻസിൽ നിന്ന് നമ്മളെ താഴോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും അതിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുവാൻ കഴിയണം എന്നില്ല. ചില പ്രത്യേക സൗഹൃദം കൊണ്ട് പല കാര്യങ്ങളിലും നമുക്ക് റിവൈസ് ചെയ്യാനോ നന്നായിട്ട് പഠിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ സമയത്ത് അമ്മയെ അച്ഛനെയൊക്കെ വണങ്ങേണ്ട ഒരു സമയമാണ്. മാതൃസ്ഥാനീയരെ പിതൃസ്ഥാനീയരെ വണങ്ങി അവരുടെ അനുഗ്രഹം പൂർണ്ണമായും സ്വീകരിക്കേണ്ട ഒരു സമയമാണ് എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളുക. ശനിയാഴ്ചകളിൽ ശനി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശനി ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശനൈശ്ചരായ നമഃ. ഇത് ദിവസവും 9 പ്രാവശ്യം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് ഇതുകൊണ്ട് തന്നെ വരുമാനം ഒന്ന് മെച്ചപ്പെടുത്തുവാനും പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുവാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസും ഈ ജപം കൊണ്ട് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാമിൽ ഈ രാശിഫലം 27 നക്ഷത്രക്കാരുടെ രാശിഫലം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മെയിൽസിലേക്ക് കടക്കാം. മെയിൽ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, കുട്ടിയുടെ പേര്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. നക്ഷത്രവും എഴുതിക്കൊള്ളൂ കേട്ടോ. അതും വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. മറുപടി പ്രോഗ്രാമിലൂടെ ലഭിക്കും. ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ ഇമെയിൽ IDയിലേക്ക് അയയ്ക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മെയിൽസിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ധാരാളം മെയിൽസ് വന്നിട്ടുണ്ട്. പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട്, നമസ്കാരം അറിയിച്ചുകൊണ്ട്, താങ്ക് യു അറിയിച്ചുകൊണ്ട് വളരെയധികം പേര് എഴുതിയിട്ടുണ്ട്. സൗഭാഗ്യവതി, സുവർണ, ശ്യാമള, ശ്രീ അഗസ്റ്റിൻ, അജിത, DSM, ബിന്ദു, ധാരാളം മെയിൽസ് വന്നിട്ടുണ്ട്. അവരോട് അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും നീങ്ങട്ടെ, ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സന്തോഷമായിരിക്കുക. ഇനി മിസ് സൗമ, നക്ഷത്രം അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വയസ്സ് 26 ഗവൺമെൻറ് സർവീസിലാണ്. ചെറിയൊരു ജോലിയുണ്ട്. നായരമ്പലത്തിൽ നിന്നാണ് മെയിൽ. 26 വയസ്സുണ്ട്. നോക്കി തന്നിരിക്കുന്ന സമയമനുസരിച്ച് നക്ഷത്രം അശ്വതിയാണ്. ഈ ഇപ്പോഴുള്ള ജോലി സ്ഥിരമാകുവാനോ അല്ലെങ്കിൽ പുതിയൊരു ജോലി ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. ഇനി ലഭിക്കാൻ പോകുന്ന ജോലി ഇതിനേക്കാൾ ശമ്പള കൂടുതലുണ്ടായിരിക്കും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. അടുത്ത 9 മാസം തന്നെ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങും. കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ഒരു സാമ്പത്തിക നിലയിലേക്ക് വരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിസ്റ്റർ രവീന്ദർ സ്ഥാണു, ട്രിച്ചിയിൽ നിന്നാണ്. ആയില്യം നക്ഷത്രം. മകൾ 27 years, MBBS കഴിഞ്ഞു. മിക്കവാറും ഇംഗ്ലീഷിലാണ് കത്ത്. മേ ബി ഈ ഡസൻ ഫോളോ മലയാളം. രവീന്ദർ സ്ഥാണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PG എൻട്രൻസ് എഴുതിയിട്ടുണ്ട്. എന്താണ് ഭാവി മെഡിക്കൽ ഫീൽഡിൽ?
ശുക്രൻ ഉച്ചസ്ഥനാണ്, 10ാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യരംഗത്ത് നല്ലൊരു സ്ഥിതി എത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഇതൊക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. ആയില്യം നക്ഷത്രവുമാണ്, അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ലൊരു പ്ലേസ്മെൻറ്റ്, നല്ലൊരു റാങ്ക് തന്നെ PG എൻട്രൻസിന് ലഭിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കാണുന്നുണ്ട്. PG ഇൻ മെഡിസിൻ എടുക്കുവാൻ കഴിയുന്ന ഒരു കാലം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ശ്രീ ധന്വന്തരി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. മെഡിക്കൽ ഫീൽഡിൽ കാര്യമായിട്ടുള്ള ഉയർച്ച വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇതൊരു ഭാഗ്യകാലം തന്നെയാണ്. പക്ഷേ പ്രാർത്ഥന നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. ഇനി സൗഭാഗ്യവതി ദിവ്യ വർമ്മ, 35 years, 35 വയസ്സ്, മ്യൂസിക് ടീച്ചർ, കോയമ്പത്തൂരാണ്. അത്തം നക്ഷത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാവി എങ്ങനെ? സംഗീതരംഗത്ത് കുറച്ചൊരു തടസ്സമുണ്ട്. കാരണം ശുക്രൻ രാഹുഗ്രസ്തൻ എന്ന് പറയും, രാഹു കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര അങ്ങോട്ടൊരു ഉയർച്ച മ്യൂസിക് ഫീൽഡിൽ വരാനായിട്ട് അല്പ ബുദ്ധിമുട്ടാണെങ്കിലും പ്രാർത്ഥന കൊണ്ട് അത് നമുക്ക് സോൾവ് ചെയ്യുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. നാഗക്ഷേത്ര ദർശനം നടത്തുക, മണ്ണാറശാലയിൽ ദർശനം നടത്തി അവിടെ 5 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുക. നാഗസ്തോത്രം ജപിക്കാം, ശിവസ്തോത്രം ജപിക്കാം. അതുകൊണ്ട് നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ഡി ഇവരൊക്കെ പ്രസാദിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അങ്ങനെ മ്യൂസിക്കിൻ്റെ ഫീൽഡിൽ അഡ്വാൻസ് ചെയ്യാനുള്ള, മെച്ചമാകുവാനുള്ള, നല്ല സ്ഥിതി വരാനുള്ള ഭാഗ്യം വന്നു ചേരും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മറുപടി, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കണം. മറുപടി ഈ പ്രോഗ്രാമിലൂടെ നൽകുവാൻ ശ്രമിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.